ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:14 ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന എലീശയുടെ ചോദ്യം എക്കാലവും ഹൃദയങ്ങളിൽ അത് മാറ്റൊലി കൊള്ളുന്നതാണ്. മാറ്റമില്ലാത്ത ദൈവശക്തിയുടെ അനശ്വരമായ ആ പ്രകാശമാണ് ദൈവജനത്തിന്റെ ജീവിതത്തിൽ എന്നും പ്രദർശിതമാകേണ്ടത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈസബേലും ആഹാബും ഇസ്രായേൽ ജനതയെ പീഡിപ്പിച്ച് ബാൽ വിഗ്രഹങ്ങൾക്ക് അവര് അതിനെ സേവിച്ച് പൂജിച്ച് പോന്നിരുന്നതായ ആ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവ ജനത്തെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതായ ആ സന്ദർഭത്തിൽ ഏലിയാവിനെ നമുക്ക് പ്രത്യേകിച്ച് കാണുവാനായിട്ട് സാധിക്കും. ആ ഏലിയാവിന്റെ ദൈവം എവിടെ എന്നാണ് ഇവിടെ എലീശ ചോദിക്കുന്നത്. കാരണം ആഹാബിന്റെ മുമ്പിൽ ചെന്ന് ഏലിയാവ് താന് അഥവാ ആഹാബിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ആഹാബിന്റെയും ഈസബേലിന്റെയും അവരുടെ പ്രവാചകന്മാരെയെല്ലാം ഏലിയാവ് കൊല്ലുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തേതില് പ്രതികൂലമായി നിന്ന യോർദാന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് ആ യോർദാനെ അടിക്കുകയും യോർദാൻ 2 വഴിമാറുകയും ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം ഏലിയാവ് യോർദാൻ കടന്നു. എന്നാൽ ചുഴലിക്കാറ്റിൽ യഹോവയായ ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ മടങ്ങി വന്ന എലീശ വീണ്ടും ഏലിയാവിൽ നിന്ന് വീണതായ പുതപ്പെടുത്തി യോർദാനെ അടിക്കുകയും അതിനെ വിഭാഗിച്ച് തിരികെ വരികയും ചെയ്യുന്ന അനുഭവങ്ങൾ ഈ പശ്ചാത്തലത്തിലാണല്ലോ എലീശ ആ ചോദ്യം ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകത്ത് പലവിധമാകുന്ന പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയുമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സന്ദർഭത്തിലെല്ലാം ദൈവ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ശക്തിയോടുകൂടെ ആ ശക്തി തെളിയിക്കുകയാണ് ആവശ്യം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സർവശക്തനായ ദൈവം എടുത്തുകൊണ്ടു പോകുവാനിടയായി. എന്നാൽ നശിപ്പിക്കുന്ന അനേക ചുഴലിക്കാറ്റുകൾ തകർക്കുവാൻ, മുടിക്കുവാൻ, കൊല്ലുവാൻ ഒക്കെ കടന്നു വരുമ്പോൾ ആത്മശക്തിയിൽ ദൈവത്തിന്റെ മക്കൾ ആ ശക്തി അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പുതപ്പ് എടുത്ത് അടിക്കുമെങ്കിൽ മഹാസമുദ്രം പോലെ കലിയിളകി വരുന്ന പ്രതികൂലങ്ങളാകട്ടെ, എവറസ്റ്റ് പർവ്വതം പോലെ ആ ഒന്നിനും വഴിമാറാതെ നിൽക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ആത്മാവിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ ഇവയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഒരുപക്ഷെങ്കിൽ രോഗങ്ങളായിരിക്കാം, മറ്റ് പ്രതികൂലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെയുള്ളതായ മറ്റ് പ്രശ്നങ്ങളായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ദൈവശക്തിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു ദൈവ പൈതലിന് ഇവയൊന്നും ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം എക്കാലവും തെളിയിക്കുന്നത്. ആയതിനാൽ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പൂർണ്ണമായി ഏലിയാവ് എലീശയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിൽക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഞങ്ങൾക്ക് അങ്ങിൽ ആശ്രയിച്ച് ബലം എടുക്കുവാൻ ആവശ്യമായ ദൈവകൃപ നൽകണമേ. പ്രത്യേകിച്ച് ദൈവമേ, ഈ കാലഘട്ടത്തിൽ ചുഴലിക്കൊടുങ്കാറ്റുകളൊക്കെ ആഞ്ഞടിക്കുന്നു. ആ വെള്ളപ്പൊക്കങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്ത് പൂർണ്ണമായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവെ ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്
ജയമെടുക്കുവാൻ സഹായിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവെ, പല നിലകളിൽ വീട് തകർന്നും പ്രതികൂലത്തിന്റെ നടുവിലുമൊക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. പേമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ, ചുഴലിക്കാറ്റിൽ നിന്ന് വിടുവിക്കണമേ. മറിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ മാരി ഞങ്ങളിൽ പെയ്യിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി, ആകുലമോ ഇനിയും? യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. സമാധാനം യഹോവായിരേ, എൻ ഭവനേ സർവനന്മകളും യഹോവായിരേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ ഹൃദയേ സമാധാനം യഹോവായിരേ, എൻ ഭവനേ